പണ്ടുകാലങ്ങളിൽ ഈ വഴി നടക്കാൻ പോലും പേടിയായിരുന്ന സമയമുണ്ടായിരുന്നു. പണ്ട് ജീവിച്ചിരുന്ന പല ആളുകളുടെയും അടുത്ത് ഒടിയന്മാർ കാവലിനുണ്ടായിരുന്നു. ഒടിയന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. ഇത് അയ്യർമല, പാലക്കാട് ജില്ലയിലെ തേനൂർ കോങ്ങാട് റൂട്ടിൽ പോകുന്ന മുച്ചേരി മല, അല്ലെങ്കിൽ ഒടിയന്മാരുടെ നാട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പിക്ക് വ്ളോഗ് പ്രതീക്ഷാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോങ്ങാടത്തൊരു യൂട്യൂബ് ചാനൽ, നമ്മുടെ നാട്ടിലത്തെ, അതായത് കോങ്ങാട് മുച്ചേരി അയ്യർമല അയ്യപ്പൻകോട്ട എന്ന സ്ഥലത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വണ്ടവാഴ്ച ഭഗവതിയെക്കുറിച്ചും, പിന്നെ അതുപോലെ വെട്ടുപാറ, അതിൻ്റെ തൊട്ടന്നെ അടുത്ത് തന്നെ ഒരു വെട്ടുപാറ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അത് മല പറഞ്ഞാൽ പാറ, ഒരു പൊങ്ങി വന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു അവർ വീഡിയോ ഇട്ടത്. അതായത് ഓൾറെഡി ഞാൻ നേരത്തെ പോയ സ്ഥലങ്ങളാണ്. നേരത്തെ ഞാൻ എൻ്റെ പഴയ ചാനലിൽ, പ്രതീഷ് പി എന്ന ചാനലിൽ വീഡിയോ ഇട്ട സ്ഥലങ്ങളും കൂടിയാണ്. പക്ഷേ അതിനെ അതിമനോഹരമായി, എന്താ പറയുക, മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു നല്ലൊരു, കാരണം നമ്മളെ നാട്ടിനെക്കുറിച്ച് എല്ലാവരും അറിയുന്നുണ്ട്. അതുപോലെ പുറത്തുനിന്നുള്ള ആർക്കും അവരുടെ ഫ്രണ്ട്സ് അടക്കം വന്നിട്ടാണ് ഓരോരോ സ്ഥലങ്ങളിൽ പോയത്. അവസാനം നിങ്ങൾ കാണാൻ പറ്റും, കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അവർക്ക് ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം എല്ലാവരും അതിൽ കാണിക്കുന്ന ആൾക്കാർ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഒത്തുകൂടി ഒരു ഫ്രണ്ട്സ് മുഖാന്തരം രൂപപ്പെടുത്തിയിട്ട് അവരൊരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ സെറ്റ് ചെയ്യുന്നു. അതൊക്കെ നല്ല അടിപൊളി ഒരു കോറിയോഗ്രാഫിയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല, എന്താ പറയുക, നല്ലൊരു അഭിമാനം തോന്നുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മലയ്ക്ക് മുകളിലാണ് അയ്യപ്പൻകോട്ട പറഞ്ഞ സ്ഥലമുള്ളത്. അതിൻ്റെ നേരെ താഴെ അതിൻ്റെ താഴെ റോട്ടിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് വണ്ടവാഴ്ച ഭഗവതി അമ്പലം, അതേമാതിരി ആ പാമ്പുരി പാറ, പാമ്പിനെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഉള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ പാമ്പുരിപ്പാറയെക്കുറിച്ചും പാമ്പ് ഒരു ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആ ഒരു ഭഗവതിയെ പാമ്പ് മെഴുകാൻ വന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരനായ അയ്യപ്പൻ വിളിച്ച് സഹായപ്പെടുത്തിച്ച് ചട്ടകം എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആ ഒരു വീഡിയോയിൽ എല്ലാം കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആ പോയ സ്ഥലങ്ങൾ ഒന്നുകൂടി ഒന്ന് പോയി വീണ്ടും കാണാനും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഒരു ചട്ടകത്തിൻ്റെ ഒരു പാളി തെറിച്ച് വീണ മല, അങ്ങനെയാണ് പറയുന്നത്, ഉണ്ടായെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആ പാറയ്ക്ക് മുകളിലൊരു സ്ത്രീ, അതായത് ഒരു സ്ത്രീയെ കൊണ്ടുപോയിട്ട് അവിടെ വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതിൻ്റെ താഴെയുള്ള വീടുകൾക്കൊക്കെ ഇപ്പോഴും ബാധിക്കുന്നുണ്ട്. പഴയ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അതായത് നമ്മളതിൻ്റെ എന്താ പറയുക, ഒരു ദോഷവശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പഴയ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറയുന്ന നല്ല നല്ല കഥകളാണ്. കാരണം പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്, ഞാനിപ്പോൾ നമ്മൾ ഈ റോഡിൽ നിന്ന് വരുന്ന കുറച്ച് മുച്ചേരി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെയാണ് ഒടിയൻ പറമ്പ് എന്ന് പറയുന്നത്. അതായത് ഒടിയൻ പറമ്പ് എന്ന് പറഞ്ഞാൽ അയ്യർമലയുടെ താഴെയാണ്, നമ്മൾ മലയ്ക്ക് അയ്യപ്പൻകോട്ടയ്ക്ക് കയറുന്ന ഒരു ഭാഗമാണ്, ഗ്രൗണ്ടാണ് വരുന്നത്. അവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ഒടിയൻ പറമ്പ് എന്നുള്ളൊരു പേര് കിട്ടിയത്. അതിന് മുമ്പും പണ്ട് നാടുവഴിയുള്ള കാലത്ത് അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് ഈ ഒടിയന്മാരെ നിയോഗിച്ചിട്ട് വിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ അവർ രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിട്ട് പല രൂപത്തിൽ, ഇപ്പോൾ കാളയുടെ രൂപത്തിൽ, ആനയുടെ രൂപത്തിൽ, പട്ടിയുടെ രൂപത്തിൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റി, അതായത് പല പല രൂപത്തിലാക്കി ആൾക്കാരെ പേടിപ്പിച്ചിട്ടും അവർ ആ
സംരക്ഷിക്കാനായിട്ടുള്ളൊരു സെക്യൂരിറ്റി നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മൾ കൊടുക്കുമല്ലോ, അതേപോലുള്ളൊരു പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകൾ, ഒടിയൻ പറമ്പ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടി നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് നമ്മളിവിടെ പുള്ളോളിലേക്ക് പോകുന്ന റോഡും തേനൂരും കല്ലൂർക്ക് പോകുന്ന റോഡ് രണ്ട് മാറുന്നുണ്ട്, കനാലിൻ്റെ അവിടെ വെച്ച് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നമ്മൾ തേര് പറമ്പുണ്ട്, ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ നമ്മൾ പൂജാരി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഗുഹയുണ്ട്, പഴയ ഒരു ഗുഹയുണ്ട്. അത് പഴഞ്ചൊല്ലി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ അമ്പലത്തിലെ പൂജാരി പൂജ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഗുഹ വഴി പഴനിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ ആ ഗുഹയ്ക്കുള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൂജ കഴിഞ്ഞിട്ടുള്ള ഒക്കെ ആ പ്രസാദവും പൂക്കളൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പഴനിയിൽ കാണുമെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ പല പല അനുഭവങ്ങൾ അല്ലെങ്കിൽ പല പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അതിൻ്റെ അമ്പലത്തിൻ്റെ വേണ്ടപ്പെട്ടുള്ള അവിടെ ഒരു പൂജാരിയായിരുന്നു സ്വാമിയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നടന്നൊരു കഥയാണ്. അന്ന് പത്രങ്ങളിലും ടി വിയും അങ്ങനെയുള്ള എല്ലാ ഇതിലും നമ്മൾ ആ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അവിടെ വിഗ്രഹം അടിച്ചിട്ട് പോവുക, അതുപോലെ കൊലപാതകം, അങ്ങനെയൊക്കെ ഒരു നടന്നൊരു ക്ഷേത്രം കൂടിയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. അപ്പോൾ അതൊക്കെ എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും വിഗ്രഹങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ അവിടെ തേര് ഡിസംബറിൽ കാർത്തിക വിളക്ക് വരുന്നു, കാർത്തിക നാളിൽ വരുന്ന ഒരു കാർത്തിക വിളക്കാണ്. കാരണം ആ ദിവസങ്ങളിൽ അവിടെ ഒരു തേരുണ്ട്, താഴെ തേരൊക്കെ വലിച്ച് അവിടെ നല്ല മനോഹരമായിട്ടുള്ള ഉത്സവം നടക്കാറുണ്ട് അന്നത്തെ ദിവസം. 2 ദിവസം, അതായത് തലേ ദിവസം ഈ കാർത്തിക ഉള്ള ദിവസമാണ്, 2 ദിവസം പ്രോഗ്രാം നടക്കാറുണ്ട്. കൊട്ടും വാദ്യങ്ങളൊക്കെ ആയിട്ട് തേരും എഴുന്നള്ളിപ്പും, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ഒരു തേരിൽ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് വലം വെച്ച് അതിനുശേഷം തിരിച്ച് അവിടെ ആറാട്ടമുള്ളത് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു നല്ല കാണാൻ അഴകുള്ള ഒരു ഉത്സവം കൂടിയാണ് കാർത്തിക വിളക്ക് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ളത്. ഇനി ഇതല്ലാതെ കുറച്ചുകൂടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിൻ്റെ ബാക്കിൽ പല പല അനുഭവങ്ങളും അതേമാതിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഞാൻ ശരിക്കും പറയാൻ കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒന്നുകൂടി ഞാൻ പോയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലാണ് ഈ സ്ഥലങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന മിക്കവാറും ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സുമാരാണ്, അതുപോലെ എൻ്റെ നാട്ടുകാരാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരാളെ എൻ്റെ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു, പ്രമോദ് എന്നുകൊണ്ട്. പക്ഷേ ഞാൻ സംഭവം വീഡിയോ കണ്ടപ്പോഴാണ് അതിലുള്ള കാര്യം എനിക്കറിയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരാളെ ഞാൻ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, ആളെ കണ്ട് അഭിനന്ദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ നമ്മൾക്ക് കാണാനും കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റോഡിലൂടെ ഇത് വന്നാൽ തേനൂരിൽ നിന്ന് കോങ്ങാട്ടിലേക്കുള്ള ഒരു മലവഴി കയറുന്ന റോഡാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ബാക്ക് വശം കണ്ടില്ല, അവിടെ നിന്ന് തേനൂരിൽ നിന്ന് നമ്മളങ്ങനെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകണത് വന്നിട്ട് കോങ്ങാട്ടിലേക്ക് പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ലൊരു തണുപ്പുള്ള ഏരിയയാണ്. അതായത് നമ്മൾ കുറച്ച് ഒരു മഴ തുടങ്ങി കഴിഞ്ഞാൽ മരങ്ങളൊക്കെ പച്ച പിടിച്ച് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും. ഇതിനെ കൂടെ യാത്ര ചെയ്യാനൊക്കെ നല്ല കൂളിംഗ് ആണ്. നല്ല പക്ഷിമൃഗാദികളുടെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഭാഗത്ത് അതിൻ്റെ സൗണ്ടും കൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ കുറേ കുരങ്ങ് വർഗ്ഗങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള നമ്മൾ കാണാൻ പറ്റും, അവരെയൊക്കെ കാണാൻ പറ്റും, കുരങ്ങന്മാരെ. അതേപോലെ വന്യമൃഗങ്ങൾ അങ്ങനെ പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. പക്ഷേ ഉണ്ടാവായിരിക്കാം, ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം. പക്ഷേ നമ്മൾ പുറത്തൊന്നും അങ്ങനെ കാണാത്തത് കൊണ്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാവാം. പിന്നെ ഒരിക്കൽ നമ്മൾ കല്ലടിങ്കോട് മലയിൽ നിന്ന് ആനയൊക്കെ ഇറങ്ങി ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. കാട്ടാനകൾ ഒരുമിച്ച് ഇറങ്ങി വന്നിട്ടുള്ള അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മളറിയാത്ത പല പല കഥകളും നമ്മുടെ നാട്ടിലുണ്ട്. പഴമൊഴികൾ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കുക. അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ അവരൊക്കെ അറിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ തിരിച്ചറിവ് വരുന്നത്. പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ആ ഒരു എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇപ്പോഴൊക്കെ എല്ലാവരും മൊബൈൽ അല്ലെങ്കിൽ നെറ്റ്, ടി വി അങ്ങനെയുള്ള ഇപ്പോൾ ഏതൊരു കുട്ടി എടുത്ത് നോക്കിക്കോളൂ, അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലും ലോകം ഒന്നും അറിയാം. കാരണം നമ്മളവർ ഇവിടെ ഇരിക്കുന്ന സ്ഥലം പോലും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും അടുത്തുകൂടെ വേറെ ആര് പോയാലും ആ കുട്ടിക്ക് അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. കാരണം അവർ
ഫുൾ മൊബൈൽ അഡിക്റ്റാണ് ഇപ്പം മിക്കവാറും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുക. കാരണം മൊബൈലാണ് ഇപ്പോഴത്തെ ലോകം. കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ലോകത്ത് നല്ലതും ചീത്തയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ മൊബൈൽ വഴി കാണാനും കേൾക്കാനും പറ്റും. അപ്പോൾ അതാണ് ലോകം. ഏറ്റവും അങ്ങനെയാണ് എന്താ പറയുക, അങ്ങനെ പറയണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം മൊബൈൽ കയ്യിലില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. കാരണം നമ്മളൊരു സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ മൊബൈൽ എടുത്ത് നോക്കും. ഫേസ്ബുക്കാണോ, വാട്സപ്പാണോ, ഇൻസ്റ്റാഗ്രാമാണോ, അതിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. കാരണം അത്രയും നമുക്ക് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കണം മൊബൈൽ എന്ന് പറയുന്നൊരു വസ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനടക്കം ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ ഞാനും മറ്റുള്ളവരെ അല്ലാതെ പറയുന്നത്, നമ്മളടക്കം ഞാനടക്കം ഉപയോഗിക്കുന്നൊരു മൊബൈലും കൂടിയാണ്. അപ്പോൾ അതിനെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ അതിൻ്റെ ചീത്ത വശങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്കാരും നോക്കിക്കോളൂ നിങ്ങളിപ്പോൾ ആ കുട്ടിക്ക് ചെറിയ വയസ്സിലെ കുട്ടിക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ മൊബൈൽ കാണിച്ചു കൊടുത്താൽ കുട്ടി കരയാതിരിക്കും. അപ്പോൾ അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത്, ആ കരയണ സമയത്ത് ഒരു മൊബൈൽ എടുത്തിട്ട് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കരച്ചിലും മാറി. കാരണം അത്ര അധികം നമ്മളെ മൊബൈലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കിടക്കുന്ന എല്ലാത്തിലും, അല്ല ഏതൊരു, അതെ ഇപ്പോൾ കൗതുകത്തോടെ പല നമ്മളെ യൂട്യൂബിൽ റീൽസൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ കുരങ്ങന്മാരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് കാലത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ കുറച്ച് വായന അതുണ്ടെങ്കിൽ ഓർമ്മശക്തി കൂടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ, കാരണം ഓർമ്മശക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അപ്പോൾ അവിടെ ഒരു നമ്മളൊരു അമ്മയെ കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കാരണം വയസ്സാകുമ്പോൾ നമ്മളും ആവാം. കാരണം ഒരു ലിമിറ്റേഷൻ നമ്മുടെ വയസ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും ഒക്കെ വരുമ്പോഴും നമുക്ക് ഓർമ്മ ശക്തി നഷ്ടപ്പെടും, കേൾവി കമ്മിയാവും, അതുപോലെ കണ്ണ് കാഴ്ച കമ്മിയാവും. അപ്പോൾ അതൊക്കെ നമ്മൾക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഓർമ്മശക്തി അല്ലെങ്കിൽ വായനാശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓർമ്മശക്തി കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം വായിച്ചു കഴിഞ്ഞാൽ വായന അതാണ് ഏറ്റവും ബെറ്ററായിട്ട് പോകുന്നൊരു കാര്യം. അപ്പോൾ അതിൽ വായനയിലൂടെ നമുക്ക് ഓർമ്മശക്തി കിട്ടുകയും ചെയ്യും, വായനകൾ മറക്കാതിരിക്കും. അങ്ങനെ പുറം ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ പറ്റും. മൊബൈൽ ടി വിയിൽ കൂടെ കാണും കേൾക്കും അല്ലാതെ മൊബൈൽ ഉണ്ടെങ്കിൽ കാണും കേൾക്കും ഒക്കെ എല്ലാം ശരി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് വായനാശീലം കുട്ടികൾക്ക് കൂടുതൽ മെച്ചമാക്കാനുള്ളൊരു വഴികളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്കൂളുകളിലൊക്കെ ലൈബ്രറികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിഷയം മാറിപ്പോകുന്നില്ല. ഞാൻ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെയൊക്കെ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഐതിഹ്യങ്ങൾ, ദൈവങ്ങളുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ കാഴ്ചകളും വീഡിയോകൾക്കായിട്ട് ബാക്കിൽ പിന്നാലെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.